പാലിയേറ്റീവ് ദിനത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പാലിയേറ്റീവ് ചലഞ്ചുമായി കട്ടപ്പന മർച്ചന്റ്സ് യൂത്ത് വിംഗ് അസീസ് സ്നേഹാശ്രമത്തിൽ 30,000 രൂപയുടെ മരുന്നുകൾ യൂത്ത് വിംഗ് അംഗങ്ങൾ വിതരണം ചെയ്തു. പാലിയേറ്റീവ് കെയർ ദിനമായി ആചരിക്കുന്ന 2026 ജനുവരി 15 മുതൽ 2027 ജനുവരി 15 വരെ നീണ്ടു നിൽക്കുന്ന പാലിയേറ്റീവ് ചലഞ്ചിനാണ് കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിംഗ് നേതൃത്വം നൽകുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ചലഞ്ചിൽ കട്ടപ്പനയിലെ വിവിധ സംഘടനകൾ ഓരോ മാസവും വിവിധ സ്നേഹാശ്രമങ്ങളിൽ മരുന്ന് നൽകും. പദ്ധതിയുടെ ഉദ്ഘാടനം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജൻ ജോർജ് നിർവഹിച്ചു. കേരളം മുഴുവൻ ഇത് പാലിയേറ്റീവ് ദിനമായി ആചരിക്കുന്ന ഒരു ദിവസമാണ്. നമുക്ക് ആദ്യമേ ഇത് കാണേണ്ട ഒരു മേഖല എന്താണെന്ന് വെച്ചാൽ ഈ സിസ്റ്റർമാർ നടത്തുന്ന സേവനം എത്ര വലുതാണ്. ഇത്രയും ആൾക്കാരെ ഞാനിതൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ പുറത്തോട് പോയിട്ടുള്ളൂ. പക്ഷേ ഇത് വലിയ ഒരു സംരംഭവും വലിയൊരു ടാസ്കുമാണ്. അടുത്ത് പറഞ്ഞ പോലെ 365 ദിവസവും ഇവരെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇവരാണ് ശരിക്കും മാറുന്നത്. മോഡേൺ മെഡിക്കൽസ് ഉടമ അനിൽ ജോസ് നൽകിയ 30,000 രൂപയുടെ മരുന്നുകൾ സ്നേഹാശ്രമം മദർ സുപ്പീരിയർ സിസ്റ്റർ വിനീതയ്ക്ക് കൈമാറി. യൂത്ത് വിംഗ് പ്രസിഡന്റ് അജിത് സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സിജോ മോൻ ജോസ്, അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട, യൂത്ത് വിംഗ് സെക്രട്ടറി ജിനേഷ് കക്കാട്ട്, ക്യൂസ്മെയിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി JB ജോസഫ് എന്നിവർ സംസാരിച്ചു. ബൈജു എബ്രഹാം, രമണൻ പണനയിൽ, ഷിയാസ് KK, അനിൽ പുനർജനി, അനിൽ ജോസ്, പ്രദീപ് S മണി, അഖിൽ വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.